തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും ACP സുദർശനെയും സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് ഇന്നിറങ്ങിയേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ ഉത്തരവിറക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു സ്ഥലം മാറ്റം വരുന്നു എന്ന വാർത്ത ഇന്നലെ രാത്രിയോടെ പുറത്തുവന്നത്. ഇപ്പോൾ ഇന്ന് ഉത്തരവുണ്ടായേക്കുമെന്നാണല്ലോ വാർത്തകൾ. വിശദാംശങ്ങൾ. അതിന് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് കാരണം പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ഇന്നലെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടുകൂടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയായിരിക്കും ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിറങ്ങുക. കൂടാതെ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള പ്രാഥമിക അന്വേഷണം അത് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ആരംഭിക്കുകയും ചെയ്യും. വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് മുന്നണിക്കുള്ളിൽ, പ്രത്യേകിച്ച് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ കെ രാജൻ തന്നെ മുഖ്യമന്ത്രിയെ അതൃപ്തിയായി അറിയിച്ചിരുന്നു. പൂരത്തിന്റെ ആചാരങ്ങൾ അറിയാത്ത പോലീസുകാരെ ഡ്യൂട്ടിക്ക് എത്തുന്നതാണ് അവസ്ഥകൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും ആരോപിച്ചിരുന്നു. മാത്രമല്ല പ്രതിപക്ഷവും അതേപോലെ തന്നെ BJPയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വിമർശനം അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുൻകൂട്ടി നടപടി എന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.